ഹലോ, വെൽക്കം ടു സക്സസ് അക്കാഡമി. ഞാൻ വിഷ്ണു. മക്കളെ, നമുക്കിന്ന് സിമ്പിൾ ഇൻട്രസ്റ്റിലെ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്ന ടോപ്പിക് പഠിക്കാം. അതായത് നമ്മുടെ എല്ലാ ഗവൺമെന്റ് എക്സാംസിലും, അതായത് നമ്മുടെ SSC ആവട്ടെ, RRB ആവട്ടെ, അതായത് റെയിൽവേ അല്ലെങ്കിൽ ബാങ്ക് ആവട്ടെ, എല്ലാ എക്സാംസിനും വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളിൽ ഒന്നാണ് ഏത് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് രണ്ട് തരം പലിശകളുണ്ട്. ഒന്ന് നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റും, രണ്ടാമത് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും, സാധാരണ പലിശയും കൂട്ടുപലിശയും. അതിനകത്ത് തന്നെ വരുന്ന ഒരു സെക്ഷനാണ് ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു സാധനം നമ്മൾ ഓൾറെഡി വാങ്ങിച്ച് അതിന്റെ വില വിത്ത് ഇൻട്രസ്റ്റ് ഓർ വിത്തൗട്ട് ഇൻട്രസ്റ്റ് നമുക്ക് എന്താ പറയുക തിരിച്ച് നമ്മൾ അടയ്ക്കും, അല്ലേ? അതാണ് എന്തെന്ന് പറയുന്നത് ഇൻസ്റ്റാൾമെന്റ്, അല്ലെങ്കിൽ നമ്മൾ EMI എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ അങ്ങനെ പറയാറുള്ളത് ഇൻസ്റ്റാൾമെന്റ്. അതാണ് ശരിക്കുള്ള വാക്ക്. ഓക്കെ, നമ്മുടെ എക്സാംസിന്റെ പെർസ്പെക്റ്റീവ് വരുമ്പോൾ വിത്ത് ഇൻട്രസ്റ്റ് മാത്രമാണ് നമുക്ക് എന്ത് ഇൻസ്റ്റാൾമെന്റ് എന്നുള്ള കഥകൾ ചോദിക്കാറുള്ളത്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇൻസ്റ്റാൾമെന്റിന്റെ കാര്യം നമ്മൾ നോക്കുമ്പോൾ ഇത്ര മാത്രം നമ്മൾ അതിനകത്ത് മെയിൻ ആയിട്ട് ആലോചിച്ച് വെച്ചാൽ മതി. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3 കൊല്ലത്തിന്റെ കഥയാണെന്ന് വിചാരിച്ചു. ഇത് 3 കൊല്ലത്തിന്റെ കഥയാണെന്ന് വിചാരിച്ചു. ആ സമയത്ത് ഞാൻ ആദ്യത്തെ കൊല്ലം, ഓരോ കൊല്ലത്തിൽ ഓരോ ഇൻസ്റ്റാൾമെന്റ്, അങ്ങനെയാണ് കഥ പോവുക. ഓക്കെ, ആദ്യത്തെ കൊല്ലം ഞാൻ അടയ്ക്കുന്ന ഇൻസ്റ്റാൾമെന്റ് ഉണ്ടല്ലോ, അതില് അടുത്ത 2 കൊല്ലത്തിലേക്കുള്ള ഇൻട്രസ്റ്റും ഉണ്ടാവും. ഓക്കെ അല്ലേ? അതായത് 3 കൊല്ലത്തിന്റെ കഥയിൽ ഞാൻ ഫസ്റ്റ് ഇയറിൽ ഞാൻ അടയ്ക്കാൻ പോകുന്ന ഇൻസ്റ്റാൾമെന്റിൽ അടുത്ത, അതായത് സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലേക്കുമുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഓക്കെ അല്ലേ? ഇനി സെക്കൻഡ് ഇയറിലേക്ക് പോകുമ്പോൾ ഇനി എനിക്ക് 1 കൊല്ലം കൂടിയേ ഉള്ളൂ. 3 കൊല്ലമാണല്ലോ, 1 കൊല്ലം കൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ 3ാമത്തെ കൊല്ലത്തിലേക്കുള്ള ഇൻട്രസ്റ്റ് കൂടെ അവിടെ ഉണ്ടാവും. ഏത് ഞാൻ ഈ അടയ്ക്കുന്ന EMIയിൽ ഉണ്ടാവും, 2ാമത്തതിൽ. ഓക്കെ, 3ാമത്തതിൽ എനിക്ക് ഇനി മുൻപോട്ട് വർഷങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ പോണത്. ഓക്കെ അല്ലേ? നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ കുറച്ചുകൂടെ നല്ല പോലെ മനസ്സിലാവുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, എടാ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. What annual installment will discharge a debt of rupees 2360 due in 4 years at 12% per annum at simple interest? എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 2360 രൂപയാണ് അടയ്ക്കാനുള്ളത്. എൻ്റെ ഇൻട്രസ്റ്റ് എത്രയാ? 12% ആണ്. ഞാൻ എത്ര കൊല്ലം കൊണ്ട്? 4 കൊല്ലം കൊണ്ട്. 4 കൊല്ലം ഇൻ ദ സെൻസ് ഓരോ കൊല്ലം ഓരോ ഗഡു അല്ലെങ്കിൽ ഓരോ EMI ആണ് ഞാൻ അടയ്ക്കുന്നത്, ഓരോ ഇൻസ്റ്റാൾമെന്റ് ആണ് ഞാൻ അടയ്ക്കുന്നത്. അങ്ങനെയാണ് കാര്യങ്ങൾ പോവുക. ഓക്കെ, അപ്പൊ എനിക്ക് എത്ര ഇൻസ്റ്റാൾമെന്റ് ഉണ്ടാവും? 4 ഇൻസ്റ്റാൾമെന്റ് ഉണ്ടാവും. ഇപ്പോൾ ആലോചിച്ച് നോക്കുക, ഞാൻ ഓരോ കൊല്ലം അടയ്ക്കുന്നത് 100 യൂണിറ്റ്സ് അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ 100 റുപ്പീസ് ആണെന്ന് വിചാരിക്കുക. എൻ്റെ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ആൻഡ് ഫോർത്ത് ഇയർ എന്ന് വിചാരിച്ചോ. ഓക്കെ, ഞാൻ എന്താ പറഞ്ഞത്? നമ്മൾ ഫസ്റ്റ് ഇയറിൽ അടയ്ക്കുമ്പോൾ എനിക്ക് എന്താ അടുത്ത വർഷങ്ങളിലേക്കും കൂടെ എനിക്ക് ഇൻട്രസ്റ്റ് ചേർത്ത് അടയ്ക്കേണ്ടി വരും. ആണല്ലോ, ആണല്ലോ. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് ഒരു വർഷം 12% അടയ്ക്കാനുള്ളത്. അതായത് ഞാൻ ആദ്യത്തെ കൊല്ലം അടയ്ക്കുമ്പോൾ, ആദ്യത്തെ കൊല്ലം എൻ്റെ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കുമ്പോൾ ഞാൻ അടുത്ത 3 കൊല്ലത്തേക്കുള്ളതും കൂടെ, ഒരു കൊല്ലം 12%, അപ്പോൾ 3 കൊല്ലത്തേക്ക് 36% ആവും അല്ലേ? ഓക്കെ, 3 കൊല്ലത്തേക്ക് ഞാൻ 36% ഇൻട്രസ്റ്റോട് കൂടി ചേർത്തിട്ടാണ് ഞാൻ അടയ്ക്കാൻ പോണത്. ഓക്കെ, 2ാമത്തെ കൊല്ലം എനിക്കിനി എത്ര കൊല്ലം കൂടെ ഉണ്ട്? 2 കൊല്ലം കൂടെ ഉണ്ട്. ഇനി 2 കൊല്ലം കൂടെ ഉള്ള സ്ഥിതിക്ക് ഒരു കൊല്ലം 12 എന്ന് പറയുമ്പോൾ 2 കൊല്ലത്തേക്ക് 24%, അല്ലെ? 100ന്റെ 24% അത് തന്നെയാണ്, 24 റുപ്പീസ് ആയിരിക്കുമല്ലോ അല്ലെ? അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി 3ാമത്തെ കൊല്ലം, ഇനി എനിക്ക് എത്ര കൊല്ലം കൂടി ഉണ്ട്? ഒരു കൊല്ലം കൂടി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എത്ര? 12%, അതായത് 12 യൂണിറ്റ് അല്ലെങ്കിൽ 12 രൂപ ഞാൻ അടയ്ക്കും, ആണല്ലോ. ഇനി എനിക്ക് 4ാമത്തെ കൊല്ലം, എനിക്ക് മുൻപോട്ട് വർഷങ്ങളൊന്നും ഇല്ലല്ലോ, കഴിഞ്ഞടേ. അതുകൊണ്ട് എനിക്ക് അവിടെ പ്രത്യേകിച്ച് എഴുതാനൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് ഇവന്മാരെല്ലാവരും ആഡ് ചെയ്യാം. അതായത് 400, 36, 40, 60, 72, 472 യൂണിറ്റ്സ് എന്ന് വരും. ഇത്രയും രൂപയാണ് എനിക്ക് മൊത്തത്തിൽ എനിക്ക് തിരിച്ചടയ്ക്കാനുള്ളത്. പക്ഷെ എനിക്ക് മൊത്തത്തിൽ എത്ര അടയ്ക്കാനുള്ളത്? 2360, അതായത് 2360, അതായത് എനിക്ക് 472 യൂണിറ്റിന്റെ വാല്യൂ ആണ് എത്ര? 2360 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റിന്റെ വാല്യൂ എനിക്ക് എത്ര വരും? 5 എന്ന് വരും മക്കളെ. ഒരു യൂണിറ്റിന്റെ വാല്യൂ എനിക്ക് 5 എന്ന് വരും. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് അറിയോ? നമ്മൾ 100 യൂണിറ്റ്സ് വെച്ചാൽ അടയ്ക്കണത്. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റിന്റെ വാല്യൂ 5 ആണെങ്കിൽ 100 യൂണിറ്റ്സിന്റെ വാല്യൂ 500. ഇത്രേ ഉള്ളൂ.
എന്നാ പിന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഇവിടെ കത്തിയില്ലെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ റെഡിയാക്കാം കേട്ടോ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. Find the amount of equal installment annual payment of which will discharge a debt of 848 rupees due in 4 years at 4% per annum. എൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് 4%. എനിക്ക് 4 കൊല്ലം കൊണ്ട് 848 രൂപ തിരിച്ചടയ്ക്കണം. എത്ര കൊല്ലം കൊണ്ടാ? 4 കൊല്ലം കൊണ്ടല്ലേ. ഓക്കെ, അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ ഇത് സെക്കൻഡ് ഇയർ, ഇത് തേർഡ് ഇയർ, ഇത് ഫോർത്ത് ഇയർ. ഓക്കെ, എനിക്ക് ഒരു കൊല്ലം 4% ആണല്ലോ. എനിക്ക് മുൻപോട്ട് എത്ര കൊല്ലമുണ്ട്? 3 കൊല്ലമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊല്ലം 4 എന്ന് പറയുമ്പോൾ ഇനി അടുത്ത 3 കൊല്ലത്തേക്ക് ഞാൻ എത്ര അടയ്ക്കണം? 12% അടയ്ക്കണം ആണല്ലോ. ഓക്കെ, ഇനി അടുത്ത കൊല്ലം രണ്ടാമത്തെ കൊല്ലം എന്ന് പറയുമ്പോൾ എനിക്ക് ഇനി 2 കൊല്ലം കൂടെ മുൻപോട്ടുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് 8%. അതിനടുത്ത് 4 ആണേ. ഓക്കെ, ഇനി ഇവന്മാരെല്ലാവരും കൂടെ ആഡ് ചെയ്തോ. 424 എന്ന് വരും. 424. ഇവന്റെ വാല്യൂ ആണ് എത്ര? 848 റുപ്പീസ് എന്ന് പറഞ്ഞേക്കണത്. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റിന്റെ വാല്യൂ എത്ര വരും? കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. ഇവനെ ഞാൻ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിത് കിട്ടുമല്ലോ. അതായത് ഒരു യൂണിറ്റിന്റെ വാല്യൂ എത്രയാ? 2. ഞാൻ പറഞ്ഞു നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 100 യൂണിറ്റ്സിന്റെ വാല്യൂ. ഒരു യൂണിറ്റിന്റെ വാല്യൂ 2 ആണെങ്കിൽ 100 യൂണിറ്റ്സിന്റെ വാല്യൂ 200. സിമ്പിൾ അല്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ, ഇത് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ളതാ, ഹോംവർക്കാ. ആലോചിച്ച് ചെയ്ത് ഉത്തരം കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കടാ, കമന്റ് ബോക്സിൽ ഇട്ടേക്കടാ. ഓക്കെ ആണല്ലോ. ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്, ആലോചിച്ച് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.